നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. ഒരു ലൈനും അതുപോലെ തന്നെ ഒരു കർവും തന്നാൽ ഇങ്ങനെ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. രണ്ട് ലൈനുകൾക്കിടയിലുള്ള, അതായത് രണ്ട് കർവുകൾക്കിടയിലുള്ള ഏരിയ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആദ്യം ഒരു ലൈനും ഒരു കർവുമാണ് പറഞ്ഞത്. ഇനി ഈ പ്രോബ്ലത്തിൽ പറയുന്നത് ഒരു കർവും രണ്ട് കർവുകളാണ്, അതായത് പരാബോള, സർക്കിൾ, അങ്ങനെ രണ്ട് കർവുകൾ തമ്മിലുള്ള ഒരു ഏരിയയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഏരിയ ലൈയിങ് above x-axis and included between the circle x square plus y square equal to 2ax and the parabola y square equal to ax. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. എവിടെയൊക്കെ ഉള്ളതാണ് ഏരിയ? ലൈയിങ് എബവ് എക്സ് ആക്സിസ്, എക്സ് ആക്സിസിൻ്റെ മുകളിലായിട്ടുള്ളതും പിന്നെ എന്തും കൂടെ വേണം? ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2ax എന്നുള്ള ഈ ഒരു സർക്കിളും അതുപോലെ തന്നെ ഈ ഒരു പരാബോളയും ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ് ആക്സിസിൻ്റെ മുകൾ ഭാഗം കൂടെ വരുന്ന ആ മൂന്ന് പോർഷനും കൂടെ വരുന്ന ആ ഒരു റീജിയൻ്റെ ഏരിയയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം y എന്നുള്ള രണ്ട് കർവുകൾ കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2ax എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം y എന്താണെന്ന് എഴുതണം, ഇതിന്ന് y എഴുതണം. അതിനുശേഷമാണ് നമ്മൾ അപ്പർ കർവ് ഏതാണ്, ലോവർ കർവ് ഏതാണെന്നൊക്കെ കണ്ടെത്തുക അല്ലേ. പിന്നെ എവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇൻറ്റഗ്രൽ a to b എന്നുള്ള പറയുമ്പോൾ ആ a to b എന്നുള്ള കർവ് എവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പ്രോബ്ലത്തിൽ എന്താ ചെയ്യുന്നത്? ഇൻ്റർസെക്ഷൻ പോയിന്റുകൾ കണ്ടെത്തില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മളിവിടെ കാണുന്നത് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് എങ്ങനെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2ax ഉണ്ട്, വൈ സ്ക്വയർ ഈക്വൽ ടു ax ഉണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈ സ്ക്വയർ ഈക്വൽ ടു ax എന്നുള്ളത് ഇവിടെ പുട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? ax ഈക്വൽ ടു 2ax. ഓക്കെ, അപ്പോൾ എന്തെഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2ax, വൈ സ്ക്വയർ ഈക്വൽ ടു ax, വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? ax ഈക്വൽ ടു 2ax. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2ax മൈനസ് ax അല്ലേ. ഈ ax അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ 2ax മൈനസ് ax എന്ന് പറയുമ്പോൾ ax വരും. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു ax, വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ മൈനസ് ax ഈക്വൽ ടു 0. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഇന്ന് എന്ത് ചെയ്തു? ഒരു എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ നിന്ന് എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് മൈനസ് എ ഈക്വൽ ടു 0 അല്ലേ. ഇത് നമുക്ക് എന്ത് എഴുതാം? എക്സ് ഈക്വൽ ടു 0 ഓർ എക്സ് ഈക്വൽ ടു എ അല്ലേ, അങ്ങനെ എഴുതാം. അപ്പം നമ്മൾ ഇനി എക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടി, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എ ആണ്, 2 പോയിന്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി വൈൻ്റെ വാല്യൂ കൂടി കാൽക്കുലേറ്റ് ചെയ്യണം, എന്നാലേ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഏതാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ y എന്താണ് ഇവിടെ? വൈ സ്ക്വയർ ഈക്വൽ ടു ax ആണ് അല്ലേ. അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ax എന്ന് എഴുതാം അല്ലേ. y ഈസ് ഈക്വൽ ടു റൂട്ട് ax എന്ന് എഴുതാം. ഓക്കെ, y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്, വൈ സ്ക്വയർ ഈക്വൽ ടു ax ആകുമ്പോൾ y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ax ആയിരിക്കും അല്ലേ. ഇവിടുന്ന് വിച്ച് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു റൂട്ട് ax എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതിവിടെ കൊടുക്കുക, y ഈസ് ഈക്വൽ ടു. അപ്പോൾ x ഈക്വൽ ടു 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a ഇൻറ്റു 0 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരില്ല. അപ്പോൾ x 0 ആകുമ്പോൾ y എന്താണ് വരുന്നത്? 0 ആണ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എക്സ് എ ആകുമ്പോൾ y എന്താ വരിക? y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ax അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a ഇൻറ്റു എക്സ് എന്നുള്ളിടത്ത് എന്താണ്? a അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് a സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓർ മൈനസ് a അല്ലേ, പ്ലസ് ഓർ മൈനസ് a എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു എ ആകുമ്പോൾ വൈ എ ആണെന്നും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വൈ എന്താണെന്ന് കിട്ടുന്നത്? മൈനസ് എ ആണെന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടിയില്ലേ. അപ്പോൾ പോയിന്റ്സ് എന്താണെന്ന് കിട്ടി? 0 0 അല്ലേ. 0 0 എന്ന് പറയുമ്പോൾ എക്സ് 0 ആകുമ്പോൾ വൈ 0 ആണ്, എക്സ് എ ആകുമ്പോൾ വൈന് എ എന്നുള്ള വാല്യൂ ഉണ്ട്, എക്സ് എ ആകുമ്പോൾ വൈന് മൈനസ് എ. അപ്പോൾ ഈ 3 പോയിന്റുകളാണ് എന്ത് കിട്ടി? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് വരക്കണം അല്ലേ. ഗ്രാഫ് വരക്കാൻ നമുക്കറിയാം, നമുക്ക് രണ്ട് ഇതുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2ax എന്നുള്ളതും അതുപോലെ തന്നെ വൈ സ്ക്വയർ ഈക്വൽ ടു ax എന്നുള്ള ഒരു പരാബോളയും ഒരു സർക്കിളും ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രാഫ് വരക്കുമ്പോൾ പോയിന്റ്സ് നമുക്കറിയാം, ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് 0 0 എന്നുണ്ട്, അതുപോലെ തന്നെ എ ഉണ്ട്, എ മൈനസ് എ ഉണ്ട് അല്ലേ. അപ്പോൾ എ എന്നുള്ളത് നമ്മളിതിൻ്റെ മിഡ് പോയിന്റ് ആക്കി എടുത്താൽ 2ax ആണ് അല്ലേ. നമ്മളുടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2ax എന്നുള്ള ഗ്രാഫാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മിഡായിട്ട് എടുത്താൽ 0 0 എ അല്ലേ, ഇതാണ് വരിക. എ എന്നുള്ള പോയിന്റ് ഇത് വരും, ഇതാണ് എ അല്ലേ. അപ്പോൾ എ എന്നുള്ള പോയിന്റ് വരും. പിന്നെ അതുപോലെ തന്നെ എ എന്താണ്? മൈനസ് എ എന്നുള്ള പോയിന്റ് അല്ലേ, എ മൈനസ് എ എന്നുള്ള പോയിന്റ്.
അപ്പോൾ നമ്മളങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x² + y² = 2ax. ഓക്കെ, എ എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ നമ്പറായിട്ട് ചൂസ് ചെയ്താൽ മതി, 1 2 എന്തെങ്കിലും ചൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് സാധാരണ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനറിയില്ല. x² + y² = 2ax എന്നുള്ളത്. ഇതിന് എന്ത് ചെയ്യുക, ആദ്യം y എന്താണെന്നുള്ളത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സിന് വാല്യൂ കൊടുക്കുക, വൈൻ്റെ വാല്യൂ എന്താണെന്ന് വേണം, എക്സിന് വാല്യൂ കൊടുക്കുക, ഓരോ വാല്യൂസ് എക്സിനും കൊടുക്കുക, വൈനും കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സർക്കിൾ വരക്കാൻ കഴിയും അല്ലേ. അത് ഞാൻ ഇവിടെ ജസ്റ്റ് അങ്ങോട്ട് വരച്ചു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് ഈ ഒരു x² + y² = 2ax എന്നുള്ള ഇതിന് നമുക്ക് y എന്താണെന്ന് എഴുതാം. y = എന്താണെന്ന് എഴുതാം, y² എന്താണ് 2ax - x² എന്ന് എഴുതാം അല്ലേ. ഇവിടുന്ന് x² + y² = 2ax എന്നുള്ളത് എന്തെന്ന് എഴുതാം, y² = 2ax - x² എന്ന് എഴുതാം അല്ലേ. ഇതിന്ന് y എന്താണെന്ന് എഴുതാം, y = √2ax - x² അല്ലേ. ഇങ്ങനെ എഴുതാം അല്ലേ, y = √2ax - x². അപ്പോൾ y = നമുക്ക് എന്താണെന്ന് കിട്ടും, √2ax - x² ആണ് കിട്ടും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സിന് ഒരു വാല്യൂ കൊടുക്കുക, 0 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ y എന്താണ് വരുന്നത് നോക്കുക. എക്സിന് 0 കൊടുത്തു കഴിയുമ്പോൾ y എന്താ വരിക, ഓൾവേസ് 0 വരും അല്ലേ. പിന്നെ എക്സിന് അടുത്ത വാല്യൂ കൊടുക്കുക, അപ്പോൾ y വാല്യൂ എന്താ വരുന്നത് നോക്കുക. എക്സിന് 1 2 എന്തെങ്കിലും കൊടുത്തു വെക്കാം, അപ്പോൾ y വാല്യൂ എന്താ വരുന്നത്. അങ്ങനെ നമ്മൾ വരച്ചതാണ് ഈ ഒരു ഗ്രാഫ്. ഓക്കെ, x² + y² = 2ax എന്നുള്ള ഗ്രാഫ്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് വരും, അടുത്തത് y = നമുക്ക് എന്താണ്, പരാബോളയാണ് അല്ലേ. y² = ax എന്നുള്ള പരാബോളയാണ്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ y ഇതിന് y എന്താ വരിക, y = √ax ആണ് വരിക അല്ലേ. ഇതിലെന്ത് ചെയ്യുക, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താ വരിക, എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക, അങ്ങനെ വരച്ച് വരുന്നതാണ് ഈ ഒരു പരാബോള. y² ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. y² = 4ax ഉണ്ട്, x² = 4x. അങ്ങനെ ആകുമ്പോൾ x² ആകുമ്പോൾ ഇങ്ങനെയാണ് പരാബോള വരിക. y² എന്നുള്ള ഫോമുല തുടങ്ങുന്നത് വെച്ചാൽ ഇങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ച കാര്യം. അപ്പോൾ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വരച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് ഗ്രാഫ് കിട്ടി അല്ലേ. ഇനി ഇതിലെ ഏത് ഭാഗത്തിൻ്റെ ഏരിയയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കൺക്ലൂഷനാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഏരിയ ലൈങ് എബോവ് എക്സ് ആക്സിസിൻ്റെ മുകളിലും ആയിരിക്കണം, അതുപോലെ തന്നെ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ സർക്കിൾ, ഈ ഒരു സർക്കിളും പരാബോളയും കൂടി ഇൻക്ലൂഡഡ് ആവുക വേണം അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ ഏതാ വരിക, ഈ പോർഷൻ അല്ലേ. ഈ പോർഷൻ എക്സ് ആക്സിസിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് വരിക അല്ലേ. നമ്മൾ ഏരിയ ആകുമ്പോൾ നമുക്ക് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എവിടെ നിന്നാണ് ഇങ്ങോട്ടാണ് കിട്ടിയത്, 0, അതുപോലെ തന്നെ a - എന്നുള്ളതാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സിൻ്റെ വാല്യൂ എവിടെ നിന്ന് എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്, 0 to a അല്ലേ. എക്സിൻ്റെ വാല്യൂ 0 to a ഉള്ളു വരുന്നത്, y ആണ് -a വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 < x < a ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ലിമിറ്റ് കിട്ടി, 0 to a ആണെന്നുള്ളത് അല്ലേ. 0 to a എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇവിടെ 0 to a ആണ് എക്സ് വാരി ചെയ്യുന്ന പോയിന്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഏരിയ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൻ്റെ മുകൾ ഭാഗം, അപ്പോൾ ഈ പോർഷൻ വരും. പിന്നെ അതുപോലെ തന്നെ എക്സ് ആക്സിസിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഈ പോർഷൻ വരും അല്ലേ, ഈ ഒരു പോർഷൻ. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം, സർക്കിളും കൂടെ വേണം, നമ്മളുടെ പരാബോളയും കൂടെ വേണം. സർക്കിളും പരാബോളയും അതുപോലെ തന്നെ ഈ ഒരു എക്സ് ആക്സിസിൻ്റെ മുകൾ ഭാഗം കൂടി ടോട്ടൽ ഇത് വരുന്ന ഏരിയ ഏതാണ്, ഇതല്ലേ, ഈ ഒരു ഏരിയ അല്ലേ വരുന്നത് അല്ലേ. ഇത്രയും പോർഷനാണ് അല്ലേ, നമുക്കറിയാം ഇത്രയും പോർഷനാണ് ഇത് വരുന്നത്. ഇതിലെന്തുണ്ട്, ഒരു സർക്കിളും ഉണ്ട്, സർക്കിളിൻ്റെ ഒരു പോർഷൻ ഉണ്ട് അല്ലേ, സർക്കിളിൻ്റെ ഈ പോർഷൻ ഉണ്ട്, അതുപോലെ തന്നെ പരാബോളയുടെ ഈ പോർഷൻ ഉണ്ട്, എക്സ് ആക്സിസിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ ഇതിൻ്റെ ഏരിയയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇനി ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അപ്പർ ഏതാണ് ലോവർ ഏതാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. f(x) എന്നുള്ളത് അപ്പർ കർവ് ഏതാണ്, ലോവർ കർവ് ഏതാണെന്നുള്ളതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം, ഏതാണെന്നുള്ളത് കണ്ടെത്തണം അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയില്ല. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏതിൻ്റെയൊക്കെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കാം. We have to find the area between the curves y is equal to √2ax - x² and y is equal to √ax from x = 0 to x = a അല്ലേ. അപ്പോൾ ഇത് കറക്റ്റായി. നമുക്ക് ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏതിൻ്റെയൊക്കെ ഏരിയയാണ്, y is equal, ഞാൻ വൈയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്, കാരണം നമുക്ക് x² + y² = 2x എന്നുള്ള ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കർവ് ആകുമ്പോൾ എപ്പോഴും f(x) അതായത് y ഫോമിലാണെന്ന് വരിക അല്ലേ. അപ്പോൾ നമ്മൾ y is equal to ആകുമ്പോൾ എന്ത് വരും, ഈ ഒരു കർവിൻ്റെയും അതുപോലെ തന്നെ ഇത് നമ്മുടെ സർക്കിളാണ്, ഈ ഒരു കർവിൻ്റെയും ഈ ഒരു പരാബോളൻ്റെയും ഇടയിലുള്ള 0 to a ഇടയിലുള്ള ഏരിയയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയായിരുന്നു, അപ്പർ ആണോ ലോവർ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്, f(x) < നമ്മളൊരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു അല്ലേ. അവിടെ പറഞ്ഞപ്പോൾ
എന്തായിരുന്നു പറഞ്ഞിരുന്നത് നമ്മളുടെ ഡെഫിനിഷനിൽ? എഫ് ഓഫ് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഡെഫിനിഷൻ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എഫ് ഓഫ് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? അതിൻ്റെ അപ്പർ കർവ് ആയിരിക്കും. അതുപോലെ തന്നെ ജി ഓഫ് എക്സ് പറയുന്നത് അതിൻ്റെ എന്തായിരിക്കും എന്ന് പറഞ്ഞത് ലോവർ കർവാണ്. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെയുള്ള റീജിയൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പറാണോ ലോവർ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നമുക്കിവിടെ നോക്കി നോക്കാം അപ്പറാണോ ലോവർ ആണോ എന്നുള്ളത്. നമുക്ക് ഈ ഒരു ഇൻ്റർവെല്ലിനകത്ത് നോക്കിയാൽ മതി അല്ലേ? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എവിടെയാണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഒരു ഇൻ്റർവെല്ലിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ചെയ്യുന്നത് 0 to a ആണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിനകത്ത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് സപ്പോസ് എഫ് ഓഫ് എക്സ് ആക്കി എടുത്താൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2ax മൈനസ് എക്സ് സ്ക്വയർ. ഇതിനെങ്ങനെ എഴുതിക്കൂടെ? എക്സ് ഇൻറ്റു 2a മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലേ? എന്നൊരു എക്സ് എന്ത് ചെയ്തു? കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. 2ax മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്തു? ഒരു എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് 2a മൈനസ് എക്സ്. ഇത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ax അല്ലേ? കാരണം ഇവിടെ എന്താണ്? 2ax ഉണ്ട് അല്ലേ? ഇവിടെ എന്താണ്? ax ഉള്ളു. അപ്പോൾ എന്തായാലും ഇത് എന്തായിരിക്കും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ax ആയിരിക്കും. ഏത്? 0 to a എന്നുള്ള ഇൻ്റർവെല്ലിനകത്ത്. ഇതിൻ്റെ ഇടയിലുള്ള ഏത് പോയിന്റോ അല്ലെങ്കിൽ 0യോ എയോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എപ്പോഴും എന്തായിരിക്കും? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ശരിയായിരിക്കും അല്ലേ? കാരണം എന്താണ്? എക്സ് ഇൻറ്റു 2a മൈനസ് എക്സ് ആണ്. ഇത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? ax ആയിരിക്കും അല്ലേ? ഇത് ജനറൽ കണ്ടീഷൻ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് റൂട്ട് കൊടുത്ത് നോക്കുക അല്ലേ? അതായത് ഇതിന് റൂട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ? ഇതിന് റൂട്ട് കൊടുക്കുക. ഇതെന്താണ്? ഇതാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് 2ax മൈനസ് എക്സ് സ്ക്വയർ. റൂട്ട് കൊടുത്താലും എന്തായിരിക്കും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ax ആയിരിക്കും അല്ലേ? റൂട്ട് ax ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത്? ഫസ്റ്റത്തെ y അല്ലേ? അതായത് ഫസ്റ്റത്തെ കർവ് y ഈസ് ഈക്വൽ ടു y എന്ന് പറയുന്ന ഈ കർവാണിത് അല്ലേ? ഇതെന്താണ്? രണ്ടാമത്തെ കർവാണ്. അപ്പോൾ ഇത് നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്ത് ഇതിനെ ജി ഓഫ് എക്സ് എടുത്താൽ എഫ് ഓഫ് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? ജി ഓഫ് എക്സ് ആണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് അപ്പർ കർവ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? ഇതാണെന്ന് കിട്ടിയില്ലേ? നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇതിനെന്താക്കി എടുക്കുകയാണ്? എഫ് ഓഫ് എക്സ് ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് കിട്ടി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2ax മൈനസ് എക്സ് സ്ക്വയർ ആണ് കിട്ടി. അതുപോലെ തന്നെ ഇതെന്താണെന്ന് കിട്ടി? ജി ഓഫ് എക്സ്. അപ്പോൾ അപ്പർ കർവ് ഇതാണെന്ന് കിട്ടി, ലോവർ കർവ് ഇതാണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ? ഏരിയ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ആണ് അല്ലേ? ഇവിടെ ഇൻറ്റഗ്രൽ എ ടു ബി എന്നുള്ള പ്ലേസിൽ എന്താണ്? 0 to a ആണ് അല്ലേ? 0 to a എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് എന്താണ്? റൂട്ട് ഓഫ് 2ax മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? റൂട്ട് ഓഫ് 2ax മൈനസ് എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് ax ഡി എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to a രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? 2ax മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ളതും അതുപോലെ തന്നെ മൈനസ് ഇൻറ്റഗ്രൽ 0 to a റൂട്ട് ax ഡി എക്സ് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നമ്മൾ ഇതും കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖമാണ്. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഒരു പണിയില്ല അല്ലേ? റൂട്ട് ax ആണ്. റൂട്ട് axനെ റൂട്ട് a ഇൻറ്റു റൂട്ട് x എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഇത് പ്രശ്നമല്ല. പക്ഷെ നമുക്ക് അടുത്ത കാര്യം അല്ലേ? ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിനെടുത്തു. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഈ ഒരു പോർഷൻ അതായത് ഇൻറ്റഗ്രൽ 0 to a റൂട്ട് ഓഫ് 2ax മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇൻറ്റഗ്രൽ 0 to a. ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ +2 ഒരുപാട് ചെയ്ത് നോക്കിയതാണ്. നമ്മളിതിനെ a മൈനസ് എക്സ് ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് a മൈനസ് എക്സിന് a സൈൻ തീറ്റ എന്ന് കൊടുക്കും. നമ്മളങ്ങനെ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. അത് നമ്മൾ ഈ സൈനിൻ്റെ ഇൻവേഴ്സ് പാർട്ടിലൊക്കെ കുറച്ച് ഏതാണ് അതിൻ്റെ ഇൻറ്റഗ്രൽ വരിക എന്നുള്ളത് നോക്കിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. a മൈനസ് എക്സ് ആകുമ്പോൾ സൈന് കൊടുക്കുക, a പ്ലസ് ആകുമ്പോൾ കോസ്, ആ ഫോമിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്കിതിനെ റൂട്ട് ഓഫ് 2ax മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ 0 to a. ഇതിനെ നമുക്ക് a സ്ക്വയർ മൈനസ് a മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? കാരണം എന്താണ്? a മൈനസ് എക്സ് എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. a മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? a സ്ക്വയർ മൈനസ് 2ax പ്ലസ് c b സ്ക്വയർ അല്ലേ? ഇതിന് നമുക്ക് എന്ത് എഴുതാം? ഈ ഒരു a മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇത് തന്നെയാണ് അല്ലേ? a മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a സ്ക്വയർ മൈനസ് 2ax പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ?
അപ്പോൾ ഇതിനെന്ത് എഴുതാം? ഇതിന്നൊരു മൈനസ് ഔട്ട് സൈഡ് എടുത്തതാണിത് അല്ലേ. എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ ഒരു മൈനസും കൂടെ ഔട്ട് സൈഡ് എടുത്ത പോർഷനാണിത്. ഒരു മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരുത്? മൈനസ് എ സ്ക്വയർ പ്ലസ് 2ax മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. ഇതാണ് ഈ സംഭവം അല്ലേ, മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്ക്, ഇവിടെ ഒരു എ സ്ക്വയറും ഉണ്ട്, ഇവിടെ മൈനസ് എ സ്ക്വയറും ആണ്. രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി വരുന്ന പോർഷൻ എന്താണ്? 2ax മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് അല്ലേ. 2ax മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ അത് തന്നെയാണ് ഈ വരുന്നത് അല്ലേ, 2ax മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ആ 2ax മൈനസ് എക്സ് സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളൂ? എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്നാക്കി. അതായത് ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? അത് തന്നെയാണ് വരിക. അപ്പോൾ ആ ഫോമിലേക്ക് കൊണ്ടുവരും. നമുക്ക് ഈ എ മൈനസ് എക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു ഉള്ളിൽ കിടക്കുന്ന ഈ എ മൈനസ് എക്സിന് എന്ത് കൊടുക്കുകയാണ്? എ സൈൻ തീറ്റ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എ സൈൻ തീറ്റ. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾ ചേഞ്ച് ചെയ്ത് സൈനിലേക്കും കോസിലേക്കും ഒക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എ മൈനസ് എക്സിന് എന്ത് കൊടുക്കുക? എ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ എന്ത് ചെയ്തു? എക്സിനെ വേരിയബിളിൽ ചേഞ്ച് ചെയ്തു അല്ലേ. എക്സിന് എന്തിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്? തീറ്റയിലേക്കാണ്. അപ്പോൾ കംപ്ലീറ്റ് അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ടും ഒക്കെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, വേരിയബിൾസും ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു 0 അല്ലേ. ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 0 ഉണ്ട്, എക്സ് ഈക്വൽ ടു എ ഉണ്ട് അല്ലേ. എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കുക എ മൈനസ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ എ മൈനസ് 0 ഇത് കൊടുക്കും അല്ലേ. എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്ത് വരും? എ മൈനസ് 0 ഈക്വൽ ടു എ സൈൻ തീറ്റ. എ മൈനസ് 0 ഈക്വൽ ടു എ സൈൻ തീറ്റ. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സി സിമ്പിൾ ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് വരും അല്ലേ. 1 ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. എ ക്യാൻസൽ ചെയ്ത് 1 ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. സൈൻ എപ്പോഴാണ് 1 ആവുക? തീറ്റ π/2 ആകുമ്പോൾ. അപ്പോൾ തീറ്റ π/2. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്താണെന്ന് കിട്ടി? π/2 ആണെന്ന് കിട്ടിയില്ലേ. ഇനി അതുപോലെ തന്നെ എക്സ് എന്താകുമ്പോൾ നോക്കണം? എ ആകുമ്പോഴുള്ള കേസ് നോക്കണം അല്ലേ. അപ്പോൾ എക്സ് എ ആകുമ്പോൾ എന്ത് വരും? എ മൈനസ് എ അല്ലേ. എ മൈനസ് എ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് വരും. അതായത് 0 ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. സൈൻ എപ്പോഴാണ് 0 ആവുക? ഏത് ആംഗിളിലാണ്? തീറ്റ 0 ആകുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? തീറ്റയും 0 ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതിയതാണ് ഇവിടെ. എക്സ് എ ആകുമ്പോൾ എ മൈനസ് എ ഈക്വൽ ടു എ സൈൻ തീറ്റ, അതായത് 0 ഈക്വൽ ടു എ സൈൻ തീറ്റ, അതായത് തീറ്റ ഈക്വൽ ടു 0 എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലേ. നമുക്ക് തന്നിരുന്നത് ഏതായിരുന്നു? ഇൻ്റഗ്രൽ ഇവിടുന്നാണ് നമ്മൾ പോയത് അല്ലേ. ഇൻ്റഗ്രൽ 0 to a റൂട്ട് ഓഫ് 2ax മൈനസ് എക്സ് സ്ക്വയർ dx ഇവിടുന്നാണ് നമ്മൾ പോയത്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുക? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ പറയുമ്പോൾ ഈ ഒരു പോർഷനിൽ അല്ലേ, ഈ ഒരു പോർഷനായിരുന്നു എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നായിരുന്നു അല്ലേ. അപ്പോൾ എ സ്ക്വയറിൻ്റെ പ്ലേസിൽ കൊടുക്കുക. എ മൈനസ് എക്സിന് എന്ത് കൊടുക്കുക? എ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എ സൈൻ തീറ്റ. നമ്മളിവിടെ എ സൈൻ തീറ്റ ആണ്, എ മൈനസ് എക്സ് എ സൈൻ തീറ്റ എന്നാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ നമ്മളിതിനെ ചെയ്യുമ്പോൾ എന്ത് വരും? എ സൈൻ തീറ്റ ഡി എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെതും കൂടെ എടുക്കണം അല്ലേ. അപ്പോൾ എന്ത് വരും? എ കോസ് തീറ്റ ഡി തീറ്റ എന്നും കൂടെ വരും അല്ലേ. ഇതിൻ്റെത് എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് എ കോസ് തീറ്റ ഡി തീറ്റ എന്നും കൂടെ വരും. അതും കൂടെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു therefore integral 0 to a root of 2ax minus x square dx is equal to integral 0 to a root of a square minus a minus x whole square dx. ഇനി എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ വേരിയബിൾ ചേഞ്ച് ചെയ്തു അല്ലേ. 0 എന്തായിട്ട് മാറി? π/2 ആയിട്ട് മാറി. എ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. നമ്മൾ തീറ്റയിലേക്ക് മാറ്റി. അപ്പോൾ ഇസ് ഈക്വൽ ടു തീറ്റ π/2 to 0 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സിന് എന്താ കൊടുത്തത്? എ സൈൻ തീറ്റ അല്ലേ. അപ്പോൾ എ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, എ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു എന്ത് വരും? ഇതിൻ്റെതും കൂടെ വരും അല്ലേ. ഇതിൻ്റെത് എ സൈൻ തീറ്റ എന്നുള്ളതിൻ്റെ എന്ത് വരും? എ സൈൻ തീറ്റ എന്നുള്ളതിൻ്റെത് സൈനിൻ്റെ എന്താണ്? കോസ് മൈനസ് കോസ് വരും അല്ലേ. അപ്പോൾ മൈനസ് എ കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, നമ്മൾ എ മൈനസ് എക്സിനാണ് എന്ത് കൊടുത്തത്? എ സൈൻ തീറ്റ എന്ന് കൊടുത്തത് അല്ലേ. അപ്പോൾ ഡി തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും? എ ഇൻറ്റു മൈനസ് കോസ് തീറ്റ എന്ന് വരും അല്ലേ. അതായത് മൈനസ് എ കോസ് തീറ്റ എന്നുള്ളതാണ് എന്ത് വരിക? ഡി എക്സ്. ഇവിടുത്തെ ഡി എക്സ് എന്ന് പറയുന്നത് ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഡി എക്സ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് കോസ് തീറ്റ ഡി തീറ്റ എന്ന് വരും അല്ലേ. അപ്പോൾ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇതാണ് ഡി എക്സിൻ്റെ പ്ലേസിൽ വരിക. അപ്പോൾ നമ്മളിവിടെ എ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എ സൈൻ തീറ്റ, എ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഡി എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? ഡി എക്സിൻ്റെ പ്ലേസിൽ പറയുമ്പോൾ മൈനസ് എ കോസ് തീറ്റ ഡി തീറ്റ, മൈനസ് എ കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇനി എന്ത് വരും? ഇൻ്റഗ്രൽ π/2 to 0
റൂട്ട് ഓഫ് എ സ്ക്വയർ. ഇതിന് എന്ത് ചെയ്യുക, ഒരു എ സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക അല്ലേ, എ സ്ക്വയർ ഇൻറ്റു, അപ്പോൾ ബാക്കി ഇവിടെ എന്തൊരു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു മൈനസ് എ കോസ് തീറ്റ ഡി തീറ്റ എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 5/2 ടു 0 എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്, കോസ് സ്ക്വയർ തീറ്റയാണ്, ഇൻറ്റു മൈനസ് എ കോസ് തീറ്റ ഡി തീറ്റ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഈ മൈനസിന് എന്ത് ചെയ്തു, ഔട്ട് സൈഡ് എടുത്തു അല്ലേ, മൈനസ് ഇൻറ്റഗ്രൽ 5/2 ടു 0. ഇവിടെ നോക്ക്, റൂട്ട് ഓഫ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ഇത് റൂട്ടിൻ്റെ ഔട്ട് സൈഡ് വരുമ്പോൾ എന്ത് വരും, എ കോസ് തീറ്റ എന്ന് വരും അല്ലേ, 2 സ്ക്വയറും പോയതിന് ശേഷം എ കോസ് തീറ്റ എന്ന് വരും. ഇവിടെ വീണ്ടും എന്തുണ്ട്, ഒരു എ കോസ് തീറ്റ ഉണ്ട്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ, ഇവിടെ റൂട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എ കോസ് തീറ്റ എന്ന് വരും, ഇവിടെ ഒരു എ കോസ് തീറ്റ ഉണ്ട്. ഈ മൈനസിനെ നമ്മൾ എന്ത് ചെയ്തു, ഔട്ട് സൈഡ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു എ കോസ് തീറ്റയും ചേർത്തിട്ട് എന്ത് വരും, എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇനി നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യാണ് പരസ്പരം. അപ്പോൾ π/2 ടു 0 എന്നുള്ളത് 0 ടു π/2 ആകുമ്പോൾ നമുക്കറിയാമല്ലേ, ഇൻറ്റഗ്രൽ a ടു b b ടു a എന്നാക്കുമ്പോൾ മൈനസ് ഔട്ട് സൈഡ് വരും. π/2 ടു 0നെ 0 ടു π/2 ആകുമ്പോൾ 0 ടു π/2 ആകുമ്പോൾ ഒരു നെഗറ്റീവ് ഔട്ട് സൈഡ് വരും അല്ലേ, ആ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടെ എന്താവും, പോസിറ്റീവ് ആവും അല്ലേ. ഇവിടെ 0 ടു π/2 എന്നാകുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഈ ഒരു നെഗറ്റീവ് ഉണ്ട്, ഓൾറെഡി ഒരു നെഗറ്റീവ് കൂടെ വരും, കാരണം എന്താ, 0 ടു π/2, ആ നെഗറ്റീവും കൂടെ എന്തായി മാറും, പോസിറ്റീവായി മാറും. ഓക്കെ, എ സ്ക്വയർ കോസ് സ്ക്വയർ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ സ്ക്വയറിന് ഔട്ട് സൈഡ് എടുത്തു, ഇൻറ്റഗ്രൽ 0 ടു π/2 കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റനെ. ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻറ്റഗ്രൽ 0 ടു π/2 കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ ഇതിനൊന്നും ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ കോസിൻ്റെ കോസ് സ്ക്വയറിൻ്റെ വേറെ വല്ല ഫോം ഉണ്ടോ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റനെ എന്ത് എഴുതാം, 1 + cos 2θ/2 എന്ന് എഴുതാം അല്ലേ. ഇതൊക്കെ സൈനിൻ്റെയും കോസിൻ്റെ ഒരുപാട് ഫോമുകളുണ്ട്, അതാണ് 1 + cos 2θ/2. ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സുഖമല്ലേ, 1/2നെയും കോസിനായാലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സുഖമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, എ സ്ക്വയർ ബൈ 2, ഈ 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 1 + cos 2θ എന്ന് വരും അല്ലേ, /2 എന്നുള്ളത് ഔട്ട് സൈഡാണ്. 1ൻ്റെ എന്ത് വരും, തീറ്റ + cos 2θൻ്റെ എന്ത് വരും, sin 2θ/2 ഇൻറ്റഗ്രൽ 0 ടു π/2. ഓക്കെ, ഇനി എന്ത് ചെയ്തു, എ സ്ക്വയർ ബൈ 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്തു π/2 പ്ലസ് സൈൻ π/2 2 ഇൻറ്റു π/2. ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് പറ്റി sin 0 എന്ന് വരും. പിന്നെ ലോവർ ലിമിറ്റ് എന്താ വരിക, sin 0 എന്ന് പറയുമ്പോൾ അത് 0 തന്നെയാണ് ആവുക. അപ്പോൾ നമുക്ക് എന്ത് വരും, എ സ്ക്വയർ ബൈ 2 ഇൻറ്റു π/2. ഈ പോർഷൻ എന്തായി പോകും, 0 ആയി പോകും അല്ലേ, sin π 0 ആണ്. അപ്പോൾ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു π/2 θ/2. അപ്പോൾ എന്ത് വരും, എ സ്ക്വയർ π/4 എന്ന് വരും. എ സ്ക്വയർ π/4 ആണ് എന്ത് വരുന്നത്, ഈ ഒരു റീജിയനിൽ ഇത്രയും പോർഷൻ എന്താണെന്ന് കിട്ടി, എ സ്ക്വയർ π/4 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ഏരിയ കാണാൻ ഇവിടെ നിന്നായിരുന്നു തുടങ്ങിയിരുന്നത്. ഈ ഒരു പോർഷനിൽ ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 എഴുതിയിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷൻ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ. ഈ ഒരു പോർഷൻ നമുക്കിപ്പോൾ എന്താണെന്ന് കിട്ടി, എ സ്ക്വയർ π/4 ആണെന്ന് കിട്ടി. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖമാണ് അല്ലേ. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, രണ്ടും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ ഇക്വേഷൻ നമ്പർ 1 അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റിക്വയർഡ് ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖമാണ്. ഇൻറ്റഗ്രൽ 0 ടു a റൂട്ട് ഓഫ് ax dx അല്ലേ, ഇൻറ്റഗ്രൽ 0 ടു a റൂട്ട് a ഇൻറ്റു റൂട്ട് ax എന്ന് വരും അല്ലേ. ഇതിനെ നമുക്ക് എന്ത് എഴുതാം, റൂട്ട് a ഇൻറ്റു റൂട്ട് x എന്ന് എഴുതാം അല്ലേ. റൂട്ട് എക്സിനെ എന്ത് എഴുതാം, റൂട്ട് a ഇൻറ്റു x⁻1/2 എന്ന് എഴുതാം അല്ലേ. അതാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇസ് ഈക്വൽ ടു റൂട്ട് a ഇൻറ്റു x⁻1/2. x⁻1/2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും, x⁻3/2/3/2 0 ടു a is equal to root a into x⁻നെ a കൊടുക്കുമ്പോൾ a⁻3/2/3/2 മൈനസ് 0 is equal to root a into a റൂട്ട് a ക്യൂബ് എന്ന് വരില്ലേ. a⁻1/2 3 എന്ന് പറയുമ്പോൾ റൂട്ട് a a⁻1/2 പറയുമ്പോൾ റൂട്ട് a all⁻3 എന്ന് വരും /3/2 is equal to 2/3 into a സ്ക്വയർ എന്ന് വരും അല്ലേ. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഇവിടെ റൂട്ട് a all⁻4 എന്ന് വരും, അതായത് a സ്ക്വയർ എന്ന് വരും. അപ്പോൾ 2/3 a സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടി അല്ലേ. ഈ ഒരു പോർഷനിൽ ഉണ്ടായിരുന്ന ഈ ഇക്വേഷൻ നമ്പർ 1, ഈ ഒരു നമ്പർ 1ൽ ഉണ്ടായിരുന്ന ഈ ഒരു പോർഷനും കിട്ടി, ഈ ഒരു പോർഷനും കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, റിക്വയർഡ് ഏരിയ കിട്ടും അല്ലേ. ഇത് f(x) g(x) രണ്ടും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ f(x) എന്താ കിട്ടിയത്, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രം 1 we get required area is equal to a square π/4 minus 2a²/3 അല്ലേ. ഇതാണ് സെക്കൻഡ് g(x)ൻ്റെ ഏരിയ ആയിട്ടത് f(x)ൻ്റെ ഏരിയ. അപ്പോൾ ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 3a² π മൈനസ് 4 × 2/8 a²/12 വരും അല്ലേ. അപ്പോൾ 3π മൈനസ് a² കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. 3a² π മൈനസ് 4
8a² എന്ന് വരും. അപ്പോൾ 3π - 8/12a² ഓക്കെ. അപ്പോൾ ഇതാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം. അപ്പം നമ്മൾ നേരത്തെ ചെയ്തത് രണ്ട് കർവുകൾ തന്നെയായിരുന്നു, ഒന്ന് ലൈനും ഒന്ന് സർക്കിളോ പരാബോളോ എന്തെങ്കിലും ആയിരുന്നു. ഇവിടെ നമ്മൾ രണ്ടും എടുത്തത് എന്താണ്, രണ്ടും ഓരോ കർവുകളായിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതെങ്ങനെ വരുന്നത് എന്നുള്ളത് ഒന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു, എക്സ് ആക്സിസിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു സർക്കിളിൻ്റെയും പരാബോളൻ്റെയും ഇടയിലായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സുകൾ കണ്ടെത്തി. ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കണ്ടെത്താൻ വേണ്ടി സർക്കിളും പരാബോളയും യൂസ് ചെയ്തു. അതൊന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ മെത്തേഡിലൂടെ എക്സിന് 0, a എന്ന് പറഞ്ഞ 2 പോയിൻറ്റ്സ് ഉണ്ടെന്ന് കിട്ടി അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ ആകുമ്പോൾ y വാല്യൂവിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് y² = ax എന്നുള്ളിൽ y √x എന്നുള്ള ഫോമിലെടുത്തു. അപ്പോൾ വൈന് 2 വാല്യൂ കിട്ടി അല്ലേ, y = ± എന്നുള്ള 2 വാല്യൂ കിട്ടി. അപ്പോൾ 0, 0, a, 0, a, a, a- എന്നുള്ള 3 പോയിൻ്റാണ് ഇൻ്റർസെക്ഷൻ പോയിൻ്റ് എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു അല്ലേ. ഗ്രാഫ് വരക്കാൻ പണിയൊന്നുമില്ല, നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വരക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ x² + y² = 2x ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം, y² = 2x - x², ദാറ്റ് ഈസ് വൈൻ്റെ ഫോമിൽ കിട്ടി. ഇതിനെയും വൈൻ്റെ ഫോമിൽ എഴുതുക, പരാബോളനെയും എഴുതുക, അതുപോലെ തന്നെ സർക്കിളിനെയും എഴുതുക. പിന്നെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സർക്കിളായാലും പരാബോളയായാലും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് റീജിയനും കൂടെ കിട്ടണം അല്ലേ. റീജിയൻ ഇവിടെ 0 to a ആണ് എക്സ് വാരി ചെയ്യുന്നത്, നമുക്ക് ഓൾറെഡി കിട്ടി അല്ലേ. കാരണം എക്സിൻ്റെ വാല്യൂ 0 to a മാത്രമേ ഉള്ളൂ ചേഞ്ച് വരുന്നത്, മൈനസിലേക്ക് കിടക്കുന്നില്ല. ഇനി നമുക്ക് ഈ 3 ഏരിയ കൂടെ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു പോർഷനാണ്. ഇപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പറും ലോവറും ഏതാണെന്ന് നമുക്ക് കണ്ടെത്തണം അല്ലേ. അപ്പർ കർവ് ഏതാണ്, ലോവർ കർവ് ഏതാണ്. അപ്പോൾ f(x)ഉം g(x)ഉം കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2ax - x² എന്ത് എഴുതി, x × 2a - x എഴുതിയില്ലേ. 2a - x എന്ന് പറയുന്നത് എന്താണ്, ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ax ആണ് ഈ ഒരു റീജിയനിൽ അല്ലേ. നമുക്ക് പോയിന്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, 0 കൊടുത്തു കഴിഞ്ഞാലും a കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇടയിലുള്ള a/2 കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് എഴുതാം, റൂട്ട് കൂടെ കൊടുത്തു കഴിയാം. റൂട്ട് എന്ന് പറയുമ്പോൾ √2ax - x² > √ax. അപ്പോൾ അത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് f(x) ആക്കി എടുക്കാം, ഇതിനെ g(x) ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ f(x) ഈ കർവാണെന്നുള്ളത് കിട്ടി, g(x) ഈ കർവാണ്. അപ്പോൾ ഇത് അപ്പർ കർവാണെന്ന് കിട്ടി, ഇത് ലോവർ കർവാണെന്ന് കിട്ടി. അപ്പോൾ ഇനി രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, റിക്വയർഡ് ഏരിയ = (0 to a f(x - g(x) dx) = (0 to a f(x) എന്ന് പറയുന്നത് ഇതാണെന്ന് എഴുതി, g(x) ഇതാണ്. അപ്പോൾ രണ്ടിനെയും കൂടി സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതുന്നതാണിത്. ഇനി ഇതിൽ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, സാധാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. പക്ഷേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മാത്രം എടുക്കുകയാണ് ആദ്യം. ഇതിനെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, a² - a - x² എന്നുള്ള ഫോമിലേക്ക് ആക്കുക. ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, a - x² ഉണ്ടോ അല്ലെങ്കിൽ a + x² ഉണ്ടോ എന്നുള്ള ഫോമിൽ നോക്കുക. a + x ആണ് ഇവിടെ എന്നുണ്ടെങ്കിൽ a + x-ന് എന്ത് കൊടുക്കുക, a sin θ, a cos θ എന്ന് കൊടുക്കുക. ഓക്കെ, a - x ആണെന്നുണ്ടെങ്കിൽ a sin θ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫോമിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്ത്, വേരിയബിൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ x = 0 ആകുമ്പോൾ തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ തീറ്റേൻ്റെ വാല്യൂ നോക്കുക, തീറ്റ π/2 എന്നിട്ടും. പിന്നെ അതുപോലെ തന്നെ x = a ആകുമ്പോൾ തീറ്റേൻ്റെ വാല്യൂ നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ π/2 to 0 √a² - ഇതിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക, a sin θ. അപ്പോൾ നമുക്കിവിടെ dxൻ്റെ ഫോം കിട്ടും. ആ dxൻ്റെ ഫോം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. π/2 to 0 √a² - 1 - sin² θ ആണ്, cos² θ ആണ്. ഇത് ഈ മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ a² cos² θ, a cos θ ഉണ്ട്. ഇതെന്താണ്, a cos θ ആണ് അല്ലേ. റൂട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഇത് a cos θ ആയി മാറും. ഇവിടെ a cos θ ഉണ്ട്, ഇനി a² cos² θ. സദാ ഇൻറ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തെന്നുള്ളൂ. 0 to π/2 ആകുമ്പോൾ എക്സ്ട്രാ ഒരു മൈനസ് വരും, ഈ മൈനസും കൂടെ പ്ലസ് ആയി പോകും. പിന്നെ ഇവിടെ ഇതിനെന്തുകൂടി ഒന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ട് 1 + cos 2θ/2 എന്നുള്ള ഫോമിലേക്ക് കൊടുക്കുന്നു. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ആ റീജിയൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഈ ആൻസർ കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, 1 അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2ൻ്റെ റിക്വയർഡ് ഏരിയ എന്ന് പറയുമ്പോൾ അത് മൈനസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് അടുത്ത പ്രോബ്ലം വരുന്നത്. നമ്മൾ ഒരു കർവും അതുപോലെ തന്നെ ലൈനും, പക്ഷെ അവിടെ രണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സിലും വൈയിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം
Find the area in the first quadrant that is bounded above by the curve y square equal to x and below by the x-axis and the line y is equal to x minus 2 by integrating with respect to x and y. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ. നമുക്ക് ഈ തന്നത് തന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സിലും ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു വൈയിലും ചെയ്യണം അല്ലേ. നമ്മളിതുവരെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ വെച്ചിട്ടുള്ളതായിരുന്നു ചെയ്തിരുന്നത്, അതായത് ഡി എക്സ് എന്നുള്ള ഫോമിൽ അല്ലേ. പിന്നെ നമ്മളിനി ലാസ്റ്റ് കിട്ടുന്നതിന് ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് ഡി വൈയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടും കൂടെ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് എവിടുത്തെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫൈൻഡ് ദ ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ മുകളിലുള്ള പോർഷനിലെ ഫസ്റ്റ് ഭാഗം അല്ലേ. അതായത് ഇങ്ങനെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് ഈ ഒരു റീജിയൻ അല്ലേ, ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റീജിയനും ദാറ്റ് ഈസ് ബൗണ്ടഡ് എബവ് ബൈ ദ കർവ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്, ഈ ഒരു കർവും ആൻഡ് ബിലോ ബൈ ദ എക്സ് ആക്സിസ്. ഈ ഒരു വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നുള്ള കർവിൻ്റെ ബൗണ്ടഡ് എബവ് ആയിരിക്കണം, അതുപോലെ തന്നെ ബിലോ ബൈ ദ എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻ വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. അപ്പോൾ നമ്മളിതൊക്കെ ആദ്യം വരയ്ക്കണം. വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ഏത് ഫോമിലാണ് വരിക, അതൊരു പരാബോളയാണ് നമുക്കറിയില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ വൈ സ്ക്വയർ ഈക്വൽ ടു എ എക്സ് എന്നുള്ളത് ഇങ്ങനെയായിരുന്നു വരച്ചിരുന്നത് അല്ലേ, വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സും ഈ ഫോമിൽ തന്നെയാണ് വരിക, വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്. പിന്നെ വൈ ഈക്വൽ ടു എക്സ് മൈനസ് 2, അതിൽ ഒരു ലൈനാണ് വരിക. നമ്മളെങ്ങനെ വരയ്ക്കുക, വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്ന് പറയുമ്പോൾ എക്സിന് ആദ്യം എന്ത് കൊടുക്കുക, വാല്യൂ കൊടുത്ത് വെക്കുക. അപ്പോൾ ആദ്യം എക്സിന് 0 കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇൻ്റർവെല്ല് കിട്ടണം ആദ്യം അല്ലേ, 0 to ഏത് വരെയാണെന്നുള്ളൊരു ഇൻ്റർവെല്ല് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ഇൻ്റർവെല്ല് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടെത്തും അല്ലേ. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ഉണ്ട്, വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്നുള്ളതിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നുള്ളതിൽ ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും, വൈൻ്റെ പ്ലേസിൽ എക്സ് മൈനസ് 2 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ അല്ലേ. വൈൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക, വൈൻ്റെ പ്ലേസിൽ എക്സ് മൈനസ് 2 കൊടുക്കുമ്പോൾ എന്തൊരു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ്, എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ്, വിച്ച് ഇംപ്ലൈസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരും എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. ഈ ഒരു എക്സ് ഇവിടെ ഉണ്ട്, അതിനപ്പുറത്ത് വരുമ്പോൾ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്നില്ല. അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x ഈക്വൽ ടു 5x പ്ലസ് 4 ഈക്വൽ ടു 0 എന്നെഴുതാം അല്ലേ. ഇതിനെ നമുക്ക് എന്താ എഴുതാം, ഫാക്ടറൈസ് ചെയ്തിട്ട് ഇതിനെ രണ്ടെണ്ണം ആക്കി എഴുതാം അല്ലേ. അതായത് എന്തൊക്കെ വരും, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1 ഓർ എക്സ് ഈക്വൽ ടു 4. അപ്പോൾ എക്സിന് 2 വാല്യൂ കിട്ടി, 1 to 4 എന്നുള്ള 2 വാല്യൂ കിട്ടിയില്ലേ. ഇനി നമ്മൾ എക്സിന് 1 ആകുമ്പോൾ വൈ വാല്യൂ എന്താണ് നോക്കണം, എക്സിന് 4 ആകുമ്പോൾ വൈ വാല്യൂ നോക്കണം. എക്സിന് 1 ആകുമ്പോൾ വൈ എന്താ വരുന്നത്, എക്സ് മൈനസ് 2 എന്നാണ് വരുന്നത് അല്ലേ. രണ്ടാമത്തെ കർവ് എക്സ് മൈനസ് 2 എന്നുള്ള ലൈനാണ്. അപ്പോൾ എക്സ് മൈനസ് 2 അറിയുമ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ -1 ഓക്കെ. അതുപോലെ എക്സിന് 4 ആകുമ്പോൾ വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ദറ്റ് ഈസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 4 മൈനസ് 2 എന്ന് പറയുമ്പോൾ 2. അപ്പം നമുക്ക് എക്സിന് 1 ആകുമ്പോൾ വൈ വാല്യൂ -1 ആവുന്നത്, എക്സിന് 4 ആകുമ്പോൾ വൈ വാല്യൂ 2. അപ്പോൾ 1 - 1 4 2 എന്നുള്ള രണ്ടും എന്താണ്, ഈ ഒരു വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 അതുപോലെ തന്നെ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നുള്ള ഈ രണ്ട് കർവും ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ആണെന്ന് കിട്ടും ഓക്കെ. ഇനി ഫസ്റ്റ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാവുമ്പോൾ we have to find the area of the region in the first quadrant. It is bounded by above by the curve y square equal to x and below by the x-axis and the line y is equal to x minus 2 okay. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. അതായത് നമ്മൾ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നുള്ള ഗ്രാഫ് നേരത്തെ വരച്ച പോലെ തന്നെ ഇങ്ങനെ ഒരു പരാബോളയാണ് വരിക. പിന്നെ വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2, വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്നുള്ളതിന് ആദ്യം എന്ത് ചെയ്യുക, എക്സിന് 0 കൊടുക്കുക അല്ലേ. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് വരും വൈ -2 എന്ന് വരും. 0 - 2 എന്നുള്ള പ്ലോട്ട് ചെയ്യുക. എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ വാല്യൂ എന്ത് വരും, -1 വരും. എക്സിന് 2 കൊടുക്കുമ്പോൾ വൈ എന്ത് വരും, 0 വരും. അങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. അപ്പം നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് ഒരു ലൈൻ വരിക. ഇതാണ് എന്ത് വരുന്നത്, വൈ ഇസ് ഈക്വൽ ടു എക്സ് -2 എന്ന് പറയുന്ന ഈ ഒരു ലൈൻ വരുന്നത്. വൈ ഇസ് ഈക്വൽ ടു എക്സ് -2 എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെ. അപ്പോൾ നമുക്ക് റീജിയൻ കണ്ടെത്തണം അല്ലേ. ഇനി ഏതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ഈ ഒരു പരാബോളയും ഈ ഒരു ലൈനും അതുപോലെ തന്നെ എക്സ് ആക്സിസും ഒന്നും കൂടെ പറയുന്നുണ്ട്. ബൗണ്ടഡ് ബൈ ദ കർവ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ആൻഡ് ബിലോ ബൈ ദ എക്സ് ആക്സിസിൻ്റെ താഴെയായിട്ടുള്ള റീജിയൻ. ബിലോ ബൈ ദ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയനും കൂടെ അല്ലേ. ബിലോ ബൈ ദ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത്രയും താഴത്തേക്ക് വരുന്ന റീജിയൻ. അതായത് എക്സ് ആക്സിസിൻ്റെ മുകളല്ല പറഞ്ഞിട്ടുള്ളത്, എക്സ് ആക്സിസിൻ്റെ
ബിലോ ബൈ ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ വരുന്ന റീജിയൻ ഏതാന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാ റീജിയനും കിട്ടണം. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കിട്ടണം, അതുപോലെ തന്നെ ഇതും കിട്ടണം. ബിലോ ബൈ ദ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ കിട്ടാം. എല്ലാം കൂടെ കിട്ടുന്ന റീജിയൻ ഏതായിരിക്കും? ഇത്ര പോർഷനല്ലേ വരുള്ളൂ അല്ലേ? ഈ ഒരു പോർഷനും കൂടെ ഉണ്ടാവും അല്ലേ? ഈ ഒരു പോർഷനും കൂടെ ഉണ്ടായിരിക്കും. കാരണം എന്താ, നമുക്ക് ബിലോ ബൈ ദ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴെയുള്ള പോർഷൻ വേണം. പക്ഷെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയനും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും, ഇത്രയും പോർഷൻ. അതുപോലെ തന്നെ എന്തൊരു ഇത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ അപ്പർ കർവ് ലോവർ കർവ് ഒക്കെ കണ്ടെത്തുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. കാരണം ഇവിടെ 4 എണ്ണ പറഞ്ഞുള്ളത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഇത്, പിന്നെ അതുപോലെ പരാബോള ലൈന്, അതുപോലെ തന്നെ എക്സ് ആക്സിസ്. അപ്പോൾ ഇത്രയും നമുക്ക് ഒരു ബൗണ്ടറി കണ്ടെത്തുമ്പോൾ, അപ്പർ ആൻഡ് ലോവർ ബൗണ്ടറി കണ്ടെത്തുമ്പോൾ നമുക്ക് അപ്പർ ലോവർ ബൗണ്ടറി നമുക്ക് കണ്ടെത്തണം. എഫ് ഓഫ് എക്സ് ഏതാണ്, ജി ഓഫ് എക്സ് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കാം. 0 to 4 ഈ ഒരു റീജിയൻ 0 to 4 എന്നുള്ളതിൽ ഏതാണ് വരുന്നത്? നമ്മളുടെ പരാബോള അല്ലേ? പരാബോള. അതായത് ഇവിടെ ഈ ഡിസ്ക്രൈബ് ചെയ്തൊന്ന് നോക്കാം. ദ അപ്പർ ബൗണ്ടറി ഈസ് ദ ഗ്രാഫ് ഓഫ് ദി ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്. വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നുള്ളതാണ് നമ്മളുടെ ഗ്രാഫ്. വൈ സ്ക്വയർ എക്സ് ഈക്വൽ ടു എക്സ് ആകുമ്പോൾ വൈ ഈക്വൽ ടു എന്ത് വരും? റൂട്ട് എക്സ് എന്ന് വരും അല്ലേ? റൂട്ട് എക്സ് ആണ് വരും. അതായത് നമ്മളുടെ ദ അപ്പർ ബൗണ്ടറി ഈസ് ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ് വരിക. അപ്പർ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് എക്സ് ആണ് വരിക. കാരണം എന്താ നോക്ക്, 0 ≤ 4. ഈ ഒരു 0ൻ്റെയും 4ൻ്റെയും നമുക്കിത് ഗ്രാഫ് തന്നെ മനസ്സിലാവും. അപ്പർ ഏതാണ്? അപ്പർ പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഈ ഒരു റൂട്ട് എക്സ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ നമുക്ക് 0 to 4 ഈ ഒരു റേഞ്ചിനകത്താണ് ഈ ഒരു ഗ്രാഫ് വരുന്നത്. അതുപോലെ തന്നെ 0 to 2 ഈ ഒരു റേഞ്ചിനകത്ത് എക്സ് ആക്സിസും വരുന്നുണ്ട്. 0 to 2ൻ്റെ അകത്ത് എക്സ് ആക്സിസും 2 to 4 എന്നുള്ളതിനകത്ത് എന്തുപടി വരുന്നുണ്ട്? നമ്മളുടെ ഈ ഒരു ലൈൻ അല്ലേ? ഈ 4ലാണ് ലൈന് നിൽക്കുന്നത്. അപ്പോൾ അതായത് 2 to 4 എന്നുള്ളതിൽ നമ്മളുടെ ഈ ഒരു ലൈനിൻ്റെ ഒരു പോർഷനും 0 to 2 എന്നുള്ളതിൽ എക്സ് ആക്സിസിൻ്റെ ഒരു പോർഷനും 0 to 4 എന്നുള്ളതിൽ എന്തും വരുന്നുണ്ട്? നമ്മളുടെ ഈ ഒരു അപ്പർ ബൗണ്ടറി ആയിട്ടുള്ള ഈ ഒരു പരാബോളയും കൂടെ വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ജി ഓഫ് എക്സ് 2 എണ്ണം ഉണ്ടായിരിക്കും. അതായത് ലോവർ ബൗണ്ടറി 2 എണ്ണം ഉണ്ടായിരിക്കും. അത് ഈ ഒരു എക്സ് ആക്സിസിൻ്റെ 0 എന്നുള്ള കേസ് കൊടുക്കും നമ്മൾ. അതുപോലെ തന്നെ x-2 എന്നുള്ള ഈ ഒരു ലൈൻ കൊടുക്കും. അത് രണ്ടും എന്തായിരിക്കും? ലോവർ ബൗണ്ടറി ആയിരിക്കും. അപ്പർ ബൗണ്ടറി ആയിട്ട് നമ്മളെപ്പോഴും എന്തെടുക്കും? ഈ മുകളിലുള്ള എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്. അതായത് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ്. വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളതാ പറയുന്നത് ദ അപ്പർ ബൗണ്ടറി ഓഫ് ദ ഗ്രാഫ് ഈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഫോർ 0 ≤ x ≤ 4 അല്ലെ? 0 to 4 വരെയാണ് എന്ത് വരുന്നത്? അപ്പർ ബൗണ്ടറി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ളതിൻ്റെ വരുന്നത്. ആൻഡ് ദ ലോവർ ബൗണ്ടറി ഈസ് ദ എക്സ് ആക്സിസ് ഫോർ 0 ≤ 0 to 2 എന്നുള്ളതിൽ ലോവർ ബൗണ്ടറി എന്താ വരുന്നത്? എക്സ് ആക്സിസ് ആണ് അല്ലേ? ഈ ഒരു റീജിയൻ കൂടെ വരും. എക്സ് ആക്സിസിൻ്റെ താഴെയാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റും കൂടെ കിട്ടുന്ന റീജിയൻ ഏതാണ്? എക്സ് ആക്സിസ് ആണ്. ഈ ഒരു റീജിയനാണ് 0 to 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻ. അതായത് ഈ ഒരു പോർഷൻ ലോവർ ബൗണ്ടറി ആണ്. അതുപോലെ തന്നെ y is equal to x-2 എന്നുള്ള ഈ ഒരു ഗ്രാഫിൻ്റെ ഇതും എന്താണ്? 2 to 4 ഇത് എന്താണ്? ലോവർ ബൗണ്ടറിയാണ്. അതായത് y is equal to x-2 എന്നുള്ളത് 2 to 4 എന്താണ്? ലോവർ ബൗണ്ടറിയാണ്. അപ്പോൾ നമുക്കിതിനെ 3 ആയിട്ട് വരക്കാൻ കഴിയും. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്നുള്ളത് അപ്പറാണെന്ന് കിട്ടും. അപ്പറാണെന്ന് കിട്ടും അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്നത് അപ്പറാണെന്ന് കിട്ടും. ഇത് നമുക്ക് ഇതിന് തന്നെ എഴുതാം. റൂട്ട് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പിന്നെ ഏത് റീജിയനിൽ? 0 ≤ x ≤ 2 ആ ഒരു റീജിയനിൽ അല്ലേ? പിന്നെ അതുപോലെ തന്നെ റൂട്ട് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x-2 ആ ഒരു റീജിയൻ. ഈ 2 റീജിയനിലും ഇത് ഓൾവേസ് ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഗ്രാഫ് തന്നെ എഴുതാം. എഫ് ഓഫ് എക്സ് ഓൾവേസ് ഗ്രേറ്റർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്നുള്ളത് അപ്പറാണെന്നുള്ളത് അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്. പിന്നെ അതുപോലെ തന്നെ 0 to 2 അതിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ? അതായത് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് 0 to 2 എന്നുള്ള ആ ഒരു റീജിയനിൽ എക്സ് ആക്സിസ് നമുക്ക് എന്താക്കിയെടുക്കാം? എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അവിടെ വൈ വാല്യൂ എന്താണ്? 0 to 2 വൈ വാല്യൂ ആണ് എഴുതുന്നത് അല്ലേ? 0 to 2 എന്ന് പറയുമ്പോൾ
ഇപ്പോൾ ഇതെന്താണ് 2 to 4 y is equal to x minus 2 ആണ് ഈ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ 0 to 2 y is equal to ഇവിടെ എന്താണ് 0 ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? കറക്റ്റാണ്. 0 to 2 എക്സ് ആക്സിസ് എക്സിൻ്റെ വൈ വാല്യൂ എന്താണ് 0 ആണ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എക്സിൻ്റെ വൈ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ അതുപോലെ തന്നെ 2 to 4 വൈ വാല്യൂ എന്താണ് x minus 2 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജി ഓഫ് എക്സ് എന്നുള്ളതിന് 2 ലോവർ ബൗണ്ടറി ഉണ്ട്. ഈ ഒരു ഗ്രാഫിന് 2 ലോവർ ബൗണ്ടറി ഉണ്ട്. y is equal to 0 to x less than or equal to x less than or equal to 2 എന്നുള്ളതിൽ y വാല്യൂ 0 ആണ്. അതുപോലെ തന്നെ 2 to 4 y വാല്യൂ x minus 2 ആണ്. അപ്പോൾ നമുക്ക് റിക്വയർഡ് ഏരിയ എങ്ങനെ കാണാം? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 4 ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 0 to 4 എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. പക്ഷേ ഇവിടെ ജി ഓഫ് എക്സിനെ രണ്ടെണ്ണമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? 0 to 2 ആയിട്ടും 2 to 4 ആയിട്ടും. അപ്പോൾ ടോട്ടൽ ഇൻറ്റഗ്രേഷനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 0 to 2 എന്നായിട്ടും 2 to 4 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ 0 to 4 എന്നുള്ളതിന് എന്തായി മാറും? 0 to 2 എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 2 to 4 എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് എന്താണ്? ഓൾവേസ് റൂട്ട് എക്സ് ആണ്. മൈനസ് ജി ഓഫ് എക്സ് 0 to 2 എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ 0 ഡി എക്സ് പ്ലസ് 2 to 4 എഫ് ഓഫ് എക്സ് അവിടെ എന്താണ്? റൂട്ട് എക്സ് ആണ്. അവിടെ റൂട്ട് എക്സ് എഴുതി. റൂട്ട് എക്സ് മൈനസ് ജി ഓഫ് എക്സ് 2 to 4 എന്താണ്? എക്സ് മൈനസ് 2 ആണ് അല്ലേ? അതവിടെ കൊടുത്തു. എക്സ് മൈനസ് 2 ഡി എക്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1/2 ആണ്. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 3/2/3/2 0 to 2 കൊടുത്തു. പ്ലസ് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു 1/2 എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 3/2/3/2 മൈനസ് ഇതെന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 2x വരും അല്ലേ? 2 to 4 കൊടുക്കുക. ഈ സാധാ മൾട്ടിപ്ലൈ ചെയ്യുക. 2/3 ഇൻറ്റു 2 റൈസ് ടു 3/2 പ്ലസ് എക്സ് റൈസ് ടു 2/3 ഇൻറ്റു എക്സ് റൈസ് ടു എന്ന് പറയുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് 4 റൈസ് ടു 3/2 മൈനസ് 2 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 8 അല്ലേ? 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 8/2 എന്ന് വരും. പിന്നെ പ്ലസ് 2 ഇൻറ്റു 8 എന്ന് വരും. ഓക്കെ, മൈനസ് 2/3 ഇൻറ്റു 2 റൈസ് ടു 3/2 മൈനസ് 2 പ്ലസ് 4. സോ അതാ മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിതിനെ ക്യാൻസൽ ചെയ്ത് കളയാനുള്ളത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 10/3 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഒന്നും ചെയ്തില്ല നമ്മൾ. ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ബൗണ്ടറി എടുക്കുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ 4 റീജിയനാണ് പറഞ്ഞല്ലേ? ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ പറഞ്ഞ y is equal to y square equal to x എന്നുള്ള കർവ്, y is equal to x minus 2, അതുപോലെ തന്നെ ബിലോ ബൈ ദ എക്സ് ആക്സിസ്. ആ ബിലോ ബൈ ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മളുടെ റീജിയൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു റീജിയനും കൂടെ വരും അല്ലേ? എക്സ് ആക്സിസിൻ്റെ ഈ ഒരു റീജിയൻ. കാരണം എക്സ് ആക്സിസിൻ്റെ ബിലോ ബൈ ദ എക്സ് ആക്സിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് 4 റീജിയനും കൂടെ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബിലോ ബൈ ദ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ എക്സ് ആക്സിൻ്റെ ഇത്രയും പോർഷൻ അവിടെ വൈ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിന്ന് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു റൂട്ട് എക്സ് ആണ് 0 to 4 ഉള്ള 0 to 2 2 to 4 എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് അപ്പർ കർവ് അതാണ് കിട്ടും. പക്ഷെ ലോവർ കർവ് എപ്പോഴും എന്തായിരിക്കും? ഈ ഒരു റീജിയൻ 0 to 2 0 എന്നുള്ള വൈ വാല്യൂ എന്താണ്? എപ്പോഴും 0 അല്ലേ? കറക്റ്റ് കണ്ടാൽ തന്നെ അറിയാം വൈ വാല്യൂ ഇവിടെ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് വരികയാണ്. വൈ വാല്യൂ 0 ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റീജിയനിൽ എന്താണ്? വൈ വാല്യൂ x minus 2 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ജി ഓഫ് എക്സിന് എന്ത് ചെയ്യണം? രണ്ടെണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. രണ്ടെണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? സാധാ പോലെ ഏരിയ കണ്ടു. ഏരിയ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ 0 to 4 എന്നുള്ളതിനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 0 to 2 2 to 4 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ റൂട്ട് എക്സ് ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജി ഓഫ് എക്സ് ചേഞ്ച് ചെയ്യും. ജി ഓഫ് എക്സിൻ്റെ വാല്യൂ ഫസ്റ്റിൽ 0 ആണ്, പിന്നെ x minus 2 ആണ്. ഇനി ഇവിടെ എന്ത് ചെയ്തു? സാധാ ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ട് ആൻസർ 10/3 ആണ് വരുന്നത്. ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോഴാണ്. ഇതുപോലെ തന്നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ ചെയ്യുമ്പോൾ y is equal to x minus 2 എന്നായിരുന്നു അല്ലേ? അപ്പോൾ നമ്മളതിന് x equal to y plus 2 എന്നുള്ള ഫോമിൽ കൊണ്ടുവരണം. കാരണം നമുക്ക് y is equal to എന്നുള്ള ഫോമിലായിരുന്നു. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ x is equal to എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ x is equal to y plus 2 എന്നാക്കുക. അതുപോലെ തന്നെ y square equal to x എന്നുള്ളതായിരുന്നു നമ്മളുടെ പരാബോള അല്ലേ? അപ്പോൾ അതിന് എക്സ് ഈക്വൾ ടു നമ്മൾ ഈ വൈ സ്ക്വയർ ഈക്വൾ ടു എക്സിന് ഇതിൽ നിന്നും y is equal to റൂട്ട് എക്സ് എന്ന് എഴുതിയിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് x equal to എന്നുള്ള ഫോമിലാണ് കിട്ടേണ്ടത്. അപ്പോൾ x equal to y square അത് ഡയറക്റ്റ് ഫോമിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിനി നോക്ക്, നേരത്തെ നമ്മൾ വരച്ചതിൻ്റെ പിക്ചറിൻ്റെ നേരെ തിരിഞ്ഞു വരും അല്ലേ? ഇത് x equal to y plus 2 x equal to y plus 2 എന്നാകുമ്പോൾ ഇത് എന്തായി മാറും? നേരത്തെ നമ്മൾ ഇങ്ങനെയായിരുന്നു വരച്ചിരുന്നത്.
ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയായിരുന്നു ലൈൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്തൊന്ന് വരച്ച് നോക്കുക. എക്സ് ഈക്വൾ ടു വൈ പ്ലസ് ടു, വൈ സ്ക്വയർ ഈക്വൾ ടു എക്സ് ഈക്വൾ ടു വൈ സ്ക്വയർ, എക്സ് ഈക്വൾ ടു വൈ പ്ലസ് ടു എന്നുള്ള എക്സിനും വൈനും വാല്യൂ കൊടുത്തിട്ട് നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് ഈക്വൾ ടു വൈ പ്ലസ് ടു എന്നുള്ളത് റൈറ്റിലും, അതുപോലെ തന്നെ എക്സ് ഈക്വൾ ടു വൈ സ്ക്വയർ എന്നുള്ളത് നേരെ തിരിഞ്ഞ് ലെഫ്റ്റിലുമായിട്ട് വരും. ബിറ്റ്വീൻ വൈ ഈസ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 2 എന്നുള്ള ആ ഒരു റേഞ്ചിനകത്തേ വരുള്ളൂ, അതിനപ്പുറം പോകില്ല. അതായത് 0-ൻ്റെയും 2-ൻ്റെയും ഇടയിൽ നമുക്ക് രണ്ട് കർവായിട്ട് കിട്ടും. വൈ ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ടു ആൻഡ് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്നുള്ളത്. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റും എക്സ് ആക്സിസിൻ്റെ മുകളിലാന്ന് പറഞ്ഞാൽ ആ പോർഷൻ നമുക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ നമുക്ക് റീജിയൻ വരിക എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ടു ആൻഡ് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്നുള്ളത് വൈ ഈസ് ഈക്വൽ ടു 0-ൻ്റെയും വൈ ഈസ് ഈക്വൽ ടു 2-ൻ്റെയും ഇടയിലായിരിക്കും. നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കുക. ആദ്യം എന്ത് ചെയ്യുക, വൈന് 0 കൊടുക്കുമ്പോൾ എക്സ് വാല്യൂ എന്താണ്, വൈന് 1 കൊടുക്കുമ്പോൾ എക്സ് വാല്യൂ എന്താണ്, അങ്ങനെ വരച്ചിട്ട് ഒരു ലൈൻ വരക്കുക. പിന്നെ അടുത്തതുപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നുള്ള ഈ ഒരു ഗ്രാഫും കൂടെ വരച്ച് നോക്കുക. അപ്പോൾ അത് വരക്കുമ്പോൾ നമുക്ക് 0-ൻ്റെയും 2-ൻ്റെയും ഇടയിൽ തന്നെ കറക്റ്റായിട്ട് പോർഷൻ വരും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഇവിടെ എഫ് ഓഫ് വൈ എന്നുള്ളത്, ഇവിടെ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് എഴുതുന്നതിന് പകരം എഫ് ഓഫ് വൈ ജി ഓഫ് വൈ എന്ന് എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് വൈ എന്നുള്ളത് ഏതാണെന്നും അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്നുള്ളതും ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടും. ഇനി ഇവിടെ എന്ന് പറയുന്നത് വൈ പ്ലസ് ടു ആണ് അല്ലേ. നമ്മൾക്ക് ഏതാണ് എഫ് ഓഫ് വൈ ഏതാണ് ജി ഓഫ് വൈ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫ് ഓഫ് വൈ ഈസ് ഈക്വൾ ടു വൈ പ്ലസ് ടു എന്ന് എടുത്തു, ജി ഓഫ് വൈ ഈസ് ഈക്വൾ ടു വൈ സ്ക്വയർ. നേരത്തെ പ്രോബ്ലത്തിൽ നേരെ തിരിച്ചായിരുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് നമ്മൾ റൂട്ട് എക്സ് എടുത്തിരുന്നത് അല്ലേ. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കേസ് വന്നിരുന്നു. പക്ഷേ ഇവിടെ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ പ്ലസ് ടു, ഈ എക്സ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ പ്ലസ് ടു, എക്സ് ആണ് വരിക. കാരണം നോക്ക്, വൈ പ്ലസ് ടു മൈനസ് വൈ സ്ക്വയർ, അതായത് എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ. അത് നമുക്കറിയാം, എഫ് ഓഫ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ അല്ലേ. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ അപ്പുറത്തുനിന്ന് ലോവറെന്നും വിളിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. ഇവിടെ വൈ പ്ലസ് ടു മൈനസ് വൈ സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. കാരണം വൈ പ്ലസ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് എഴുതാം. ഈ ഒരു ഇൻ്റർവെലിനകത്ത് 0 to 2 ഇതിൻ്റെ ഇൻ്റർവെലിനകത്ത് ഏത് എടുത്ത് നോക്ക്, 0 to 2 അതിൻ്റെ ഇടയിലുള്ള 1 എടുത്ത് നോക്കിയാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഏത് നമ്പർ എടുത്ത് നോക്കിയാലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വൈ പ്ലസ് ടു എന്നുള്ളത് ഇത് എടുത്തിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നോക്കി നോക്കിയാൽ മതി. 0-ൻ്റെയും 2-ൻ്റെയും ഇടയിലുള്ള പോയിൻറ്റ്സ് ഈ ഒരു ഇൻ്റർവെലിനകത്താണ് കേട്ടോ പറയുന്നത്. എല്ലാ കണ്ടീഷനിലും ഇത് ശരിയാണെന്നില്ല, ഈ ഒരു ഇൻ്റർവെലിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈ പ്ലസ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ പ്ലസ് ടു മൈനസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് എന്തെഴുതാം, വൈ പ്ലസ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ സ്ക്വയർ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, വൈ പ്ലസ് ടു ആണ് എഫ് ഓഫ് വൈ എന്ന് എഴുതാം. അതുപോലെ തന്നെ ജി ഓഫ് വൈ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ് എഴുതാം. ഇത് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻ്റഗ്രൽ 0 to 2 ആ റീജിയൻ്റെ അകത്തേ വരുള്ളൂ. നമുക്ക് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാലും മനസ്സിലാകും 0-ൻ്റെയും 2-ൻ്റെയും അകത്ത് മാത്രമേ വരുള്ളൂ. നേരത്തെ പ്രോബ്ലത്തിൽ 0 to 4 വരെ വന്നിരുന്നു അല്ലേ നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ വരക്കുക. അപ്പോൾ 0 to 2 എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ ഡി വൈ. ഓക്കെ, എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നുള്ളതിന് പകരം എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ ഡി വൈ എന്ന് എഴുതുക. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണെന്നുള്ളൂ. 0 to 2 എഫ് ഓഫ് വൈ എന്താണ്, വൈ പ്ലസ് ടു ആണ്, ജി ഓഫ് വൈ വൈ സ്ക്വയർ ആണ്. ഇനി എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. വൈൻ്റെ എന്ത് ചെയ്യും, വൈ സ്ക്വയർ ബൈ 2, 2-ൻ്റെ 2y, വൈ സ്ക്വയറിൻ്റെ വൈ ക്യൂബ് ബൈ 3, 0 to 2 ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ബൈ 2, അതായത് 4/2 പ്ലസ് 2 ഇൻറ്റു 2 അല്ലേ. 2 into 2 minus 2 cube by 3 എന്ന് വരും. മൈനസ് 0, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 കൊണ്ട് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 4 - 8/3 എന്ന് വരും. ഓക്കെ, ഇത് വരുമ്പോൾ 6 - 8/3. അപ്പോൾ എന്തൊരു 18 - 8/3 എന്ന് പറയുമ്പോൾ 10/3. അപ്പോൾ നമ്മൾ നേരത്തെ വിത്ത് റെസ്പെക്ട് എക്സിൽ ചെയ്തപ്പോഴും 10/3 ചെയ്തത്, വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്തപ്പോഴും 10/3 തന്നെ വരുന്നത്. അപ്പോൾ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഈ വരക്കുന്നത് ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് വൈയിലാകുമ്പോൾ വൈയിലുണ്ടായിരുന്നതിനെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക, കർവുകൾ പരസ്പരം മാറ്റി കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്നായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആ ഫോമിൽ തന്നെ എടുത്ത് ചെയ്തു. കാരണം നമുക്ക് വൈ ഈക്വൽ ടു എന്നുള്ള ഫോമിലായിരുന്നു, എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിലായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുമ്പോൾ എക്സിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 2. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരക്കുക. അതുപോലെ തന്നെ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നായിരുന്നു. അവിടെ നമ്മൾ ഇതിന് എന്താ എഴുതിയത്, വൈന് കിട്ടാൻ വേണ്ടിയിട്ട് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് എഴുതിയില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്നുള്ള ഈ ഫോമിൽ തന്നെ മതി. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരക്കാൻ കഴിയും. അപ്പോൾ 0-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണ് നമ്മളുടെ ഗ്രാഫ്. ഇതുപോലെയല്ല വരിക, നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഈ ചേഞ്ച് വരും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 2 ഓൺ ദ റൈറ്റും നേരത്തെ ഉള്ളതിൻ്റെ, അതായത് ഇവിടെ
ടു വൈയിൽ നിന്നും ടു കൂടുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് വരും. അതുപോലെ തന്നെ നേരത്തേത് x-2 ആയിരുന്നു. x-2 എന്ന് പറയുമ്പോൾ എക്സിൽ നിന്നും നമ്മളിവിടെ 1 എടുത്ത് 2ലേക്ക് 2 എന്നുള്ള ആ ഒരു ഇതിലേക്കായിരുന്നു നമ്മൾ ഗ്രാഫ് വരച്ചിരുന്നത്. നമ്മൾ എക്സിനും വൈനും വാല്യൂ കൊടുത്താൽ എങ്ങനെയാണോ റീജിയൻ വരുന്നത് കിട്ടും. അപ്പോൾ 0-ൻ്റെ 2ൻ്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ അത് വരുന്നത്. 0-2ൻ്റെ ഇടയിൽ നമുക്ക് ആ റീജിയൻ വരച്ച് കഴിഞ്ഞാൽ കിട്ടും കറക്റ്റ് 0-2ൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ ഇവിടെ അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. നേരത്തെ വരച്ച പോലെ തന്നെ എക്സും വൈയും വാല്യൂ കൊടുത്തിട്ട് നിങ്ങൾ വരച്ച് നോക്കുക. അപ്പോൾ സെയിം ഇതേപോലെ തന്നെ 0-2ൻ്റെ ഇടയിൽ മാത്രമേ റീജിയൻ വരുന്നുള്ളൂ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റും അതുപോലെ തന്നെ എക്സ് ആക്സിസിൻ്റെ ബിലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എടുക്കുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കുറച്ച് റീജിയൻ മാത്രമേ വരുള്ളൂ നേരത്തെ വരച്ചതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ f(y) - g(y) ഈ ഒരു കണ്ടീഷൻ നോക്കുക. ഇനി f(y) - g(y) എന്നുള്ള f(y) ഏതാണ് g(y) ഏതാണ് നമുക്കറിയില്ല. അപ്പോൾ ഇത് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഈ കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യുക. ഓക്കെ, y+2 - y², അതായത് y+2 ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y² ആണ് ഓൺ എവിടെ 0-2 അല്ലേ. ഇത് ഓൾവേസ് ശരിയല്ല, എപ്പോഴും ശരിയല്ല ഇത് അല്ലേ. കാരണം എന്താ y+2 എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വൈൻ്റെ ഇടയിലുള്ള വാല്യൂ ആണ് 1 അല്ലേ. y = 1 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും 1+2 ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1² അല്ലേ. 1 കൊടുത്താൽ 1+2 പറയുമ്പോൾ 3 ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് 0-2ൻ്റെ ഇടയിൽ എപ്പോഴും എന്താണ് ഈ ഒരു കണ്ടീഷൻ കറക്റ്റാണ്. 0-2ൻ്റെ ഇടയിലെ കണ്ടീഷൻ കറക്റ്റാണ്. അല്ലാതെ എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. എപ്പോഴും ഒരിക്കലും കറക്റ്റ് ആവില്ല. ഈ ഒരു കണ്ടീഷൻ ഇതിനകത്ത് മാത്രം ശരിയാണ്. അപ്പോൾ ആ റീജിയനിൽ ശരിയാവുന്നത് നമുക്ക് ഇതിനെന്തെടുക്കാം f(y) ആയിട്ടും ഇതിനെ g(y) ആയിട്ടും എടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്തു f(y) - g(y) എന്നുള്ള ഈ ഒരു ഏരിയ കാണാനുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ നേരത്തെ പോലെ തന്നെ 10/3 എന്നാണ് വരുന്നത്. നേരത്തെ 10/3 തന്നെ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ സെയിം രണ്ട് മെത്തേഡിൽ ചെയ്താലും 10/3 തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ വേറൊരു മെത്തേഡിലാണ് നമുക്ക് ഇതേപോലെ തന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ ഇൻ്റർവൈനിങ് കർവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കർവ് വരുന്നുണ്ട്. അതായത് രണ്ട് കർവുകൾക്ക് ഇടയിൽ വരുന്ന ഏരിയ വ്യത്യസ്തമായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.